ഈ പ്രവാസികൾക്ക് എയർപോർട്ടിന്റെ ആ ബോർഡ് കാണുമ്പോൾ രണ്ട് ഇമോഷൻസ് ആണ്. നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു വിങ്ങലില്ലേ ഉള്ളിലോട്ട് കയറുമ്പോൾ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് കൊച്ചി വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. വീട്ടിന്റെ സൈഡിൽ കൂടെ വന്ദേ ഭാരതും ജനശതാബ്ദി ഒക്കെ പോകുന്ന കാണാന്ന് പറഞ്ഞാൽ എനിക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വെളുപ്പാങ്കാലം 3-4 മണിക്കൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ കുടുകുടു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ജനാല തുറന്ന് നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒന്ന് ഫാമിലിനെ പിരിയേണ്ട വിഷമം, പിന്നെ രണ്ടാമത് ഞങ്ങൾ വരുന്ന സമയത്താണ് ഇന്ത്യ പാക് ഫൈറ്റ് നടക്കുന്നത്. തലേ ദിവസം ന്യൂസിൽ പെട്ടെന്ന് എയർപോർട്ട്സ് ഒക്കെ ക്ലോസ്ഡ് ആക്കിയെന്ന് വരുന്നു, പിന്നെ അത് ചേഞ്ച് ചെയ്യുന്നു, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു, 5 hours മുന്നേ റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു, ഇനി റൂൾസ് ചേഞ്ച് വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ എവറിത്തിങ് വാസ് നോർമൽ. എല്ലാവിധം കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. അവിടെ ഒരു 8 hours ലേ ഓവറിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് ഇവിടെ മറന്നു വെച്ച് എങ്ങാണ്ടോ പോയി. അവസാനം തിരിച്ചു കിട്ടിട്ടോ. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ടാണ് കോണ്ടാസിൻ്റെ എയർലൈൻസിൽ ഫ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ നല്ലതായിരിക്കും. ഇറ്റ് വാസ് വെരി ഗുഡ്. നമ്മൾ നാട്ടിലോട്ട് പോകണ എക്സൈറ്റ്മെൻറ്റേ അല്ല തിരിച്ചു വരുമ്പോൾ അയ്യോ ജോലിക്ക് പോകണ്ടേ, പണിയെടുക്കണ്ടേ, കുക്ക് ചെയ്യണ്ടേ. നമ്മൾ നാട്ടിൽ പോണ ഡേറ്റ് ഓർത്തോർത്തായിരിക്കും ഓരോ ദിവസവും പണിയെടുക്കണേ. അങ്ങനെ വല്ല വിധവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 11.5 hours എടുത്ത് സിഡ്നി എത്തി. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് 8 hour ലേ ഓവർ. ശരിക്കും പറഞ്ഞ ഒരു ലോങ് ജേർണി ഓർക്കുമ്പോഴാണ് നാട്ടിൽ പോണ കഷ്ടപ്പാട്. അങ്ങനെ വെല്ലിംഗ്ടണിലെത്തി വീണ്ടും ടെൻഷൻ തുടങ്ങി. ന്യൂസിലാൻഡിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതലുള്ളത് കൊണ്ട് അമ്മ എനിക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കളയുമെന്നായിരുന്നു എൻ്റെ വേറെ പേടി. പക്ഷെ എവറിത്തിങ് വാസ് ഫൈൻ. ഫ്രൈഡേ രാവിലെ 11 മണിക്ക് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ എത്തിയത് സൺഡേ രാവിലെ 12 മണിക്കാണ്. ഏതോ ഒരു പുതിയ വീട്ടിൽ ചെന്ന് കയറിയ ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക്. ഇനി എല്ലാം ഒന്നേം തുടങ്ങണം. അപ്പം ശരി.